ഡൽഹി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഒരാളെ തിരിച്ചറിഞ്ഞു എന്നാണ് വിവരം. ഡൽഹിയിൽ ഡ്രൈവറായിരുന്ന ഉത്തർപ്രദേശ് സ്വദേശി അശോക് കുമാറാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിനീത, വിശദാംശങ്ങൾ. എസ്കെൻ, കൊല്ലപ്പെട്ടതിൽ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ മരിച്ച ഒരാൾ ഉത്തർപ്രദേശ് സ്വദേശി അശോക് കുമാർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഡൽഹിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയാണ് ഈ അശോക് കുമാർ. ഇതുകൂടാതെ തന്നെ രണ്ടാമത്തെയാൾ അമർ ഘട്ടാരിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 35 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. അമർ ഘട്ടാരിയ ഡൽഹിയിലെ ശ്രീനിവാസ് പുരി സ്വദേശിയാണ്. ഇങ്ങനെ 2 പേരുടെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ UAPA സ്ഫോടക വസ്തു നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് നോർത്ത് DCP വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട്, സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം തുടരുകയാണ്, അന്വേഷണം നടക്കുകയാണ്. ഈ സ്ഫോടനമുണ്ടായ മേഖലയിലടക്കം ഇപ്പോൾ സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണ്. ഇവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള തെളിവുകളും വിശദാംശങ്ങളും ഒക്കെ ഞങ്ങൾ ശേഖരിക്കുന്നുവെന്നാണ് DCP വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ സ്ഫോടനം നടന്ന കാറിൽ നിന്ന് ചില ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ സ്ഫോടനമുണ്ടായതിന് പിന്നാലെ തന്നെ ഈ മേഖലയിൽ ആകമാനം ഒരുക്കിയിരിക്കുകയാണ്. മറുവശത്ത് പോലീസിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാരിക്കേഡ് ഉപയോഗിച്ച് ആ സ്ഫോടനം നടന്ന മേഖല പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇതിലെ നമുക്ക് ആ ഉദ്യോഗസ്ഥരൊക്കെ നിന്ന മേഖല വരെ നമുക്ക് എത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മേഖലകളിലേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. വാഹനങ്ങളൊക്കെ തന്നെ ഈ ഭാഗത്ത് പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ സമീപമുള്ള, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാന്ദിനി ചൌക്ക് ഇതിന് സമീപമാണുള്ളത്. വലിയ ആൾത്തിരക്കുള്ള മാർക്കറ്റാണ്. വലിയ പഴയ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളടക്കം ഡൽഹിയിൽ എത്തുമ്പോൾ ചാന്ദിനി ചൌക്കിലേക്ക് എത്തുകയും അവിടെ ഡൽഹിയുടെ ഒരു പൈതൃകമൊക്കെ സൂക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ എത്തി ആ മേഖലകളൊക്കെ കാണാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെയൊക്കെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് അവിടെയുള്ള കടകളൊക്കെ തന്നെ അടച്ചിടണം എന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്നലെ നടന്ന ആ സ്ഫോടനം ഈ ചാന്ദിനി ചൌക്ക് കേന്ദ്രീകരിച്ച് തന്നെയാണ് നടത്തിയത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സിഗ്നലിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും തന്നെ ആ കാറ് സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. ഏതാണെങ്കിലും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ മേഖലകളിൽ തുടരുകയാണ്. 9:30 ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേരും. സ്ഥിതിഗതികളൊക്കെ തന്നെ യോഗത്തിൽ വിലയിരുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.